ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കേരളപ്പിറവിയാണ്, അതിൻ്റെ കൂടെ പുതിയൊരു തുടക്കം. ഇന്ന് ഓമിച്ചനെ നമ്മൾ അംഗൻവാടിയിലേക്ക് പ്രവേശനോത്സവത്തിന് കൊണ്ടുപോവുകയാണ്. ഓമിച്ചൻ്റെ അംഗൻവാടിയിൽ ഫസ്റ്റ് ഡേ. ആക്ച്വലി ഓമിച്ചന് ഇപ്പോൾ ഈ നവംബർ 23 ആകുമ്പോഴാണ് 3 വയസ്സാവുന്നത്. അപ്പം നവംബർ ഡിസംബറിൽ ആ ഒരു അക്കാഡമിക് ഇയറിൽ അംഗൻവാടി ജോയിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രവേശനോത്സവം ഇന്നാണ്. അപ്പോൾ ഓമിച്ചനെ നമ്മൾ ഇന്ന് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോവാണ്, കുടുംബസമേതം. അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ന് പോവാണ്. കുഞ്ഞിന്റെ ആ ഒരു തുടക്കം എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ, ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ഹാപ്പിയാണോ? വേറെ ഒരു കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഫാമിലി മെമ്പേഴ്സ് പോയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് ഫുൾ നമുക്ക് സ്പെഷ്യലാണ്. നമ്മുടെ കുട്ടികൾ എപ്പോഴും നമുക്ക് സ്പെഷ്യലാണ്. അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് അറിയണം. സോ ഞങ്ങളിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ശേഷം കാഴ്ചകളൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ മാക്സിമം നമ്മൾ വീഡിയോസ് നമ്മളിപ്പോ അംഗനവാടിക്കകത്തേക്ക് പോവാണ്. പിള്ളേരുടെ കരച്ചിലൊക്കെ കേൾക്കുന്നു. വീടല്ലേ അപ്പം നമ്മൾ അംഗൻവാടിയിലെത്തി. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലാണ്, എന്നാൽ ആദ്യമായിട്ട് വരികയല്ലേ. പക്ഷേ ഓമി വിചാരിച്ചതിൽ ഒക്കെ വിപരീതമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പുള്ളിക്കാരി അവിടെ ഓടിരുന്ന് കരയുന്ന കുഞ്ഞിനോട് കരയില്ലെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. സ്വീറ്റ്സൊക്കെ ടീച്ചർ കൊടുത്തു, പക്ഷേ അയാൾക്ക് സ്വീറ്റ്സിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പൊ ഞാനിനി പഠിപ്പിക്കേണ്ടി വരത്തില്ല, എന്നെ പഠിപ്പിച്ചോളൂല്ലോ. എന്നും വരുവോ? വരും. എല്ലാം കഴിച്ചോളൂ. കഴിക്കും. പിടിക്കുകയാണോ? പിടിക്കുക. എന്നാ പിന്നെ നമുക്ക് വീണ എന്ന് പറഞ്ഞു വിടാം. വീണ വെച്ച് വീട്ടിൽ പോയി. ഓമി ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ ടൈമിൽ അവിടെ അച്ഛയെ വിളിച്ച് വീഡിയോ കോളിൽ കാണിച്ചു. അപ്പം പുള്ളിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇരിക്കുമോ കരയുമോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വിളിച്ചിട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത്ഭുതമായി. ഇയാൾ കുഴപ്പമൊന്നുമില്ല, ഇയാൾ പോകാനുള്ള ഇൻട്രസ്റ്റും താല്പര്യവും കാണിച്ചു തുടങ്ങി. അവിടെ ഇരുന്ന് ഇയാൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പഠിക്കണേ. അലുവാവ ടാറ്റ. അലുവാവ ടാറ്റ. വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഭൂമി പൊക്കോളാൻ പറഞ്ഞു ഞങ്ങളോട്. പക്ഷെ അതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ്. അവളെ പറ്റി വഴക്കുമില്ലാതെ പഠിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു, എക്സ്പെക്ട് ചെയ്തിരുന്നു. അതൊരു ദുരാഗ്രഹം എന്നൊക്കെ പറയുമെന്ന് ഞാൻ വെറുതെ. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പം നമ്മുടെ ആ ഒരു കുട്ടി ഒരു ഇത് അടിച്ചു. ആ ഒരാള് ആ ഒരു എന്താ പറയുന്നത് എനിക്കറിയൂടെ, എന്താ പറയുന്നത്, കൈക്കുഞ്ഞായിരുന്ന ഒരാള് ഒരു സ്റ്റുഡൻറ്റിന്റെ ആ ഒരു ബിഗിനർ ലെവലിലേക്കൊക്കെ കുട്ടി വളർന്നു. നമുക്കൊരു ഹാപ്പി മൂമെന്റ് ആണ്. എങ്കിലും എവിടേക്കോ ഒരു സങ്കടമില്ലാതില്ല. പെട്ടെന്ന് അങ്ങോട്ട് അംഗൻവാടി അങ്ങനെ ഒരു വന്നപ്പോ. പക്ഷെ അത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അതെനിക്ക് മാത്രം തോന്നുന്നു. അവക്കില്ല, അവക്ക് എന്തോ വലിയൊരു സ്വർണ്ണം കിട്ടിയൊരു ഫീൽ. പോവല്ലേ എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവള് പൊക്കോട്ടൊക്കെ പറഞ്ഞിട്ട് അവള് കൂളായിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അംഗനവാടിയിൽ. അല്ലുവാവതേ അവിടെ ചേച്ചി പോയി എന്നും പറഞ്ഞ് ചേച്ചിയെ വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കുക. അവളിന്ന് ചേച്ചിയെ കൊണ്ടല്ലാതെ വീട്ടിൽ പോത്തില്ല. അല്ല അവളും ആ ഒരു ചേച്ചിയെ
ചേച്ചിയെ വിളിച്ചോണ്ട് വരാൻ നിൽക്കുക. അതിനകത്ത് കയറണമെന്നുണ്ട്, എന്നിട്ട് പിന്നെ എന്തോ മടിച്ച് നിൽക്കുന്നു. പാവം ചേച്ചിയെ കൊണ്ട് മാറ്റി വേറെ പിള്ളേരെ കൂടെ ഇരുത്തിയപ്പം സഹിക്കുന്നില്ലല്ലോ അവയ്ക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പുറത്തോട്ട് കളിക്കാനായിട്ട് ടീച്ചർ ടോയ്സൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഓമി അവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി കുട്ടികളൊക്കെ വന്നാൽ കരച്ചിലൊക്കെ ഒന്ന് മാറി. എങ്കിലും ചില കുട്ടികളുടെ പേരൻസ് കൂടെ ഉണ്ട്, ചില കുട്ടികളുടെ പേരൻസ് ആക്കിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ ആദ്യമായിട്ട് വീട്ടുകാരിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഓമിയെ അപേക്ഷിച്ച്. ഓമി ഞങ്ങൾ പുറത്ത് നിൽക്കുന്നത് അവിടെ കളിക്കാനായിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എങ്കിൽ പോലും പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പുള്ളിക്കാരി അവിടെ ഇങ്ങനെ കളിച്ചും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അല്ലൂട്ടിനും ഇതൊക്കെ നോക്കി കണ്ടിട്ട് നൈസായിട്ട് ചേച്ചിമാരൊക്കെ മാറിയപ്പം അല്ലൂട്ടിനും മെല്ലെ കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വളരെ സ്പെഷ്യലായിട്ട് ലൈഫിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള മൂമെൻ്റാണ് ഓമിഷൻ അധ്യാക്ഷരം പഠിക്കാനായിട്ട് അംഗൻവാടിയിലേക്ക് പോയ ആദ്യ ദിവസം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബായ്.